വയനാടിന്റെ ദുരിതം നേരിട്ട് കണ്ടും ആശ്വാസം പകർന്നും പ്രധാനമന്ത്രി മടങ്ങുകയാണ്. വയനാട് ഒറ്റയ്ക്കല്ല, കേന്ദ്രം ഒപ്പമുണ്ടാകും. സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെല്ലാം പരിഗണിക്കാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട്, വാഗ്ദാനം നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ പ്രത്യേകം തയ്യാറാക്കിയ വിമാനത്തിൽ അദ്ദേഹം ഉടനടി ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്. കൽപ്പറ്റയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് അവലോകന യോഗത്തിന് ശേഷം മോദി എത്തുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ഈ വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം വിമാനത്തിലേക്ക് ഉടനടി പ്രവേശിക്കും, ഉടനടി ഡൽഹിയിലേക്ക് മടങ്ങും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് തത്സമയം മടങ്ങിയെത്താം. അതിനു മുമ്പ് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്താ തലക്കെട്ടുകൾ നോക്കി വരാം. सरकार ने जो नीति नियमों के तहत जो आपदा प्रबंधन के लिए राशि भेजते हैं, उसका काफी हिस्सा पहले ही दिया हुआ है और भी हिस्सा हमने तुरंत रिलीज किया है। और जैसे ही मेमोरेंडम आएगा तो बहुत ही उदारता पूर्वक इन सारी समस्याओं के समाधान के लिए केरल सरकार के साथ भारत सरकार खड़ी रहेगी। വയനാടിന്റെ ദുരിതം നേരിട്ട് കണ്ടും ആശ്വാസം പകർന്നും പ്രധാനമന്ത്രി. വയനാട് ഒറ്റയ്ക്കല്ലെന്ന് മോദി. കേന്ദ്രത്തിന് സാധ്യമായതെല്ലാം ചെയ്യാം, പണത്തിന്റെ കുറവുണ്ടാകില്ല. വിശദമായ മെമ്മോറാണ്ടം നൽകാൻ കേരളത്തിന് നിർദ്ദേശം. ഉരുൾപൊട്ടൽ മേഖല സന്ദർശിച്ച് പ്രധാനമന്ത്രി. ദുരിതാശ്വാസ ക്യാമ്പും ആശുപത്രിയിലും സന്ദർശനം. ദുരന്തത്തെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് വിവരിച്ച് ഇരകൾ. ചേർത്തുപിടിച്ച് ആശ്വാസം പകർന്നു മോദി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അദ്ദേഹം ഈ ഭാഗങ്ങൾ വിശദമായി കണ്ടു. കേരളത്തിന്റെ പ്രശ്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പഠിക്കണം എന്ന് പറഞ്ഞു. കുറെ കൂടി പോസിറ്റീവായിട്ടുള്ള സഹായം ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതീക്ഷ നൽകുന്നതെന്ന് സംസ്ഥാനം. കേരളത്തിന്റെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി അറിയിച്ചെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വിശദമായ മെമ്മോറാണ്ടം ഉടൻ നൽകും. പുനരധിവാസത്തിലടക്കം സമഗ്ര പാക്കേജ് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി. സൂചിപ്പാറയിൽ കണ്ടെത്തിയ 4 മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്തു. ഹെലികോപ്റ്റർ മാർഗം മൃതദേഹം സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചു. വയനാട്ടിൽ നാളെ ജനകീയ തെരച്ചിൽ. ശിരൂരിൽ അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചേക്കും. 2 ദിവസത്തിനകം തീരുമാനമെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പുഴയിലെ നീരൊഴുക്ക് കുറഞ്ഞു. വിനേഷ് ഫോഗട്ടിന് വെള്ളി മെഡൽ കിട്ടുമോ എന്ന് ഇന്നറിയാം. കായിക കോടതി തീരുമാനം രാത്രി 9:30. എല്ലാ ഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലകൾ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുകയാണ്. ഡൽഹിയിൽ നിന്ന് 11 മണിയോടെയാണ് കണ്ണൂരിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തെ. ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലെത്തിയ പ്രധാനമന്ത്രി ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തി. ക്യാമ്പുകളിൽ കഴിയുന്ന ദുരിതബാധിതരെയും മൂപ്പൻസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികളെയും ഒക്കെ അദ്ദേഹം സന്ദർശിച്ചു. അതിനുശേഷം കളക്ടറേറ്റിൽ അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നിവരും അനുഗമിച്ചു. അവലോകന യോഗത്തിന് ശേഷം കേരളത്തിന് പിന്തുണ വാഗ്ദാനം ചെയ്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. കേന്ദ്രം കേരളത്തിനൊപ്പമുണ്ടെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ദുരന്തത്തിൽ ഇരയായവരുടെ കൂടെ നിൽക്കുകയാണ് ഇപ്പോൾ വലുതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുമെന്നും അദ്ദേഹം വാഗ്ദാനം നൽകിയിരിക്കുകയാണ്. ദുരന്തബാധിതർ ഒറ്റയ്ക്കല്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. പുനരധിവാസത്തിന് പണം ഒരു പ്രശ്നമാകില്ല. റീബിൽഡ് വയനാട് എന്നുള്ള നമ്മളുടെ ആവശ്യം, പ്രധാനപ്പെട്ട ആവശ്യം, അത് പണമില്ലാത്തതുകൊണ്ട്, കേന്ദ്രത്തിന്റെ സഹായം ഇല്ലാത്തതുകൊണ്ട് മാത്രം നടപ്പാകാതെ പോകില്ലെന്നുള്ള ഉറപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. 100 കണക്കിന് ആളുകളുടെ സ്വപ്നമാണ് തകർന്നതെന്നും മോദി വയനാട് കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷം പറഞ്ഞു. जिन परिजनों ने अपने स्वजन खोए हैं, उसकी पूर्ति करना तो हम मनुष्य के लिए संभव नहीं है, लेकिन
उनका भावी जीवन उनके सपने चूर चूर न हो जाए, ये हम सबका सामूहिक दायित्व है। और भारत सरकार और देश इस संकट की घड़ी में यहां के पीड़ितों के साथ है। और मैं विश्वास दिलाता हूं इन परिजनों को भी कि वे अकेले नहीं हैं। इस दुख की घड़ी में चाहे राज्य सरकार हो, केंद्र सरकार हो या देश के जन जन नागरिक हो, हम सब उस संकट की घड़ी में उनके साथ हैं। और जैसे ही मेमोरेंडम आएगा तो बहुत ही उदारता पूर्वक इन सारी समस्याओं के समाधान के लिए केरल सरकार के साथ भारत सरकार खड़ी रहेगी। और मैं नहीं मानता हूं कि धन के अभाव में यहां कोई काम रुकेगा, क्योंकि छोटे बच्चे हैं, परिवार में सब कुछ खो चुके हैं। इनके लिए एक लंबे समय की योजना हम लोगों को बनानी होगी। मैं आशा करता हूं कि राज्य सरकार उस पर भी विस्तार से करेगी और उसमें भी जो कुछ भारत सरकार अपना हाथ बटा सकती है वो बटाएगी। और मैं आपको विश्वास दिलाता हूं कि देश और भारत सरकार कोई भी कसर नहीं छोड़ेगी। जितनी डिटेल आपकी आएगी, चाहे आवास की बात हो, चाहे स्कूल बनाने की बात हो, चाहे रोड के इंफ्रास्ट्रक्चर का काम हो, इन बच्चों के भविष्य के लिए कुछ व्यवस्थाएं करने की बात हो, जैसे ही डिटेल बन करके आपकी तरफ से आएगी, हमारी तरफ से पूरा सहयोग रहेगा, ये मैं आपको विश्वास दिलाता हूं। കേരളത്തിന് കേന്ദ്രം എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2000 കോടിയുടെ കണക്ക് സമർപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു നിവേദനം പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി കൈമാറിയിട്ടുണ്ടെന്നും മന്ത്രിമാരായ കെ രാജനും മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. പ്രധാനമന്ത്രി വളരെ പോസിറ്റീവായ സമീപനം സ്വീകരിക്കും, അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി അവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് എല്ലാ നിലയിലുമുള്ള സഹായവും പിന്തുണയും മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയുണ്ടായി. പിന്നീട് സംസാരിച്ച പ്രധാനമന്ത്രി കാര്യങ്ങളൊക്കെ തന്നെ നല്ല നിലയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. എല്ലാ നിലയിലും കേന്ദ്ര സർക്കാർ പിന്തുണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നൽകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇതുപോലുള്ള ദുരന്ത ഭൂമിയിൽ പണ്ടുണ്ടായ അനുഭവം അവിടെ സൂചിപ്പിച്ചിരുന്നു. 1970 അവസാനത്തിൽ ഗുജറാത്തിൽ ഉണ്ടായിരുന്ന ഇതുപോലുള്ള ഒരു ദുരന്തത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ ഈ ദുരന്തത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തിന്റെ കുറവ് കാരണം ഒരു തരത്തിലുമുള്ള പ്രയാസം കേരളത്തിന് അനുഭവിക്കേണ്ടി വരില്ല. എല്ലാ നിലയിലുമുള്ള പിന്തുണ കേന്ദ്ര സർക്കാർ നൽകുമെന്നാണ് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിന് വേണ്ടി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ജനതയ്ക്ക് വേണ്ടി ഒരു മെമ്മോറാണ്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. ആ മെമ്മോറാണ്ടത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്നതിന്റെ ഭാഗമായി മറ്റ് കാര്യങ്ങൾ ചെയ്യും എന്ന് പ്രധാനമന്ത്രി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ നിലയിലും കേരളത്തെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുമെന്നാണ് പ്രധാനമന്ത്രി യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഫലം വരുമെന്ന് നമുക്കൊക്കെ പ്രത്യാശിക്കാം. അല്ല, തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ സന്ദർശനം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അദ്ദേഹം ഈ ഭാഗങ്ങൾ വിശദമായി കണ്ടു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വിശദമായ പ്രപ്പോസൽ അവതരിപ്പിച്ചു. കേവലം പുനരധിവാസം എന്ന് പറഞ്ഞാൽ വീടുകൾ കെട്ടിക്കൊടുക്കൽ മാത്രമാകരുത്. തൊഴിൽ നഷ്ടപ്പെട്ട ധാരാളമായ ആളുകളുണ്ട്. അവരുടെ നൈപുണ്യം പ്രത്യേകിച്ച് കാണേണ്ടതുണ്ട്. അവരുടെ തൊഴിലും നൈപുണ്യവും ഒക്കെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വിധത്തിൽ ഓരോരുത്തർക്കും അനുസരിച്ചുള്ള സാധ്യതകൾക്കനുസരിച്ച് അവരെ കാണേണ്ടതുണ്ട് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് കേരളം വല്ലാതെ ബോധറാണ്. അക്കാര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ഉന്നതിയിലും എത്താൻ കഴിയുന്ന വിധത്തിലുള്ള സഹായം ഉണ്ടാകണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നമ്മുടെ ഒരു നേർരേഖ ചിത്രം വളരെ കൃത്യതയോടുകൂടി പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ചിത്രങ്ങൾ സഹിതം
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും എല്ലാം ചേർന്ന് അവതരിപ്പിച്ചു. കേരളത്തിന്റെ പ്രശ്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ പഠിക്കണം എന്ന് പറഞ്ഞു. പ്രധാനമന്ത്രി പറഞ്ഞത് ഈ കാര്യങ്ങളിലെല്ലാം അനുഭാവപൂർണ്ണമുള്ള നിലപാടുണ്ടാവും. ഗുജറാത്തിലേതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടുകൾ അദ്ദേഹം വിശദീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കൂടി പോസിറ്റീവായിട്ടുള്ള സഹായം ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ചിട്ടുള്ള പ്രത്യേകമായ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മുമ്പാകെ സൂചിപ്പിച്ചു. കൃത്യമായ ചിത്രമാണ് ചീഫ് സെക്രട്ടറി വരച്ചു വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പരിഗണനകൾ ലഭ്യമാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രശ്നം. മുഖ്യമന്ത്രി അടിവരയിട്ട് സൂചിപ്പിച്ചൊരു കാര്യം, ദേശീയ ദുരന്തമെന്ന നിലവാരത്തിൽ എങ്ങനെയാണോ ഡിസാസ്റ്റർ ഉൾപ്പെടുത്താൻ പറ്റുന്നത് അങ്ങനെ ഉൾപ്പെടുത്തി ഏറെ ഗൗരവത്തോടെ ഇന്ത്യ കണ്ട സമീപ ഭൂതകാലത്തെ ഏറ്റവും വലിയ ദുരന്തമായി ഇതിനെ കാണണം. അങ്ങ് ഇത് കണ്ടിട്ടുണ്ടല്ലോ, അങ്ങ് മുന്നനുഭവങ്ങൾ ഉള്ളയാളാണല്ലോ, ആ ഘട്ടത്തിൽ വളണ്ടിയറായി വരെ പ്രവർത്തിച്ചു എന്ന അനുഭവം അങ്ങ് പറഞ്ഞല്ലോ. ആ വികാരങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേരളത്തെ ചർത്തുപിടിക്കാൻ തയ്യാറാകണം എന്നാണ് 3.5 കോടി മലയാളിക്ക് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആശയം. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശങ്ങളെല്ലാം അതുപോലെ പരിഗണിക്കും. വിശദമായ മെമ്മോറാണ്ടം വരട്ടെ, മറ്റു കാര്യങ്ങൾ വിശദമായി പ്രതിപാദിക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ ആ വരവിനെ നോക്കിക്കണ്ടത്. ആ പ്രതീക്ഷകൾ സാധൂകരിക്കുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ കേന്ദ്ര സഹായം ഇല്ല എന്ന കാരണത്താൽ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാതിരിക്കാൻ അവസരമുണ്ടാവുകയില്ലെന്നും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ കേന്ദ്ര പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനി സമഗ്രമായ വിശദമായ കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അത് എത്രയും പെട്ടെന്ന് സമർപ്പിക്കുക എന്നതാണ് ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം അടിയന്തരമായി നിർവഹിക്കുക എന്ന നിലയിലാണ് പോകുന്നത്. എന്തായാലും കേന്ദ്രവും സംസ്ഥാനവും ജനങ്ങളും സഹകരിച്ചുകൊണ്ട് ഈ ശ്രമകരമായ ദൌത്യത്തെ പൂർത്തിയാക്കാനും ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനും നമുക്കെല്ലാം കഴിയും എന്ന പ്രത്യാശ കൂടുതൽ ഉറപ്പിക്കുന്ന വിധത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ്, പ്രഖ്യാപനങ്ങളുമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഞങ്ങളെപ്പോലുള്ളവർക്ക് കൂടുതൽ കർമ്മനിരതമായി പ്രവർത്തിക്കാനുള്ള ആവേശവും അത് നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാറും എം ജി മിഥുനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം എം എസ് അനീഷ് കുമാറിലേക്ക് പോവുകയാണ് ഞാൻ. അനീഷ്, പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു കേരളത്തിനുണ്ടായിരുന്നത്. ആ പ്രതീക്ഷകളെല്ലാം സഫലമാകുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമല്ലേ? തീർച്ചയായും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞ അവസാന വാക്കിൽ നമുക്ക് തുടങ്ങാം. കാരണം ഈ രക്ഷാപ്രവർത്തന രംഗത്ത് സജീവമായി ഇടപെടുന്ന ആളുകൾക്ക് വലിയ കരുത്ത് നൽകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ 3 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ട സന്ദർശനം ഏതാണ്ട് 5.5 മണിക്കൂറിലധികം നീളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ചൂരൽമലയിലെ ദുരന്ത ഭൂമിയിലെത്തിയപ്പോൾ അദ്ദേഹം ആ കാഴ്ചകൾ കണ്ട് പുറത്തൂടെ നടന്നത് തന്നെ ഏതാണ്ട് 1/2 കിലോമീറ്റർ ദൂരത്തോളമാണ്. അവിടെ നിന്നും തകർന്നുപോയ ആ സ്കൂളും ഈ മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് മേൽ ഉരുൾപതിച്ച ഇടങ്ങളുമൊക്കെ അദ്ദേഹം കാണുകയും ചെയ്തു. പിന്നീട് അദ്ദേഹത്തിൻ്റെ അൻപും അലിവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിലായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പിലും പിന്നീട് ഈ ദുരന്തത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെയും ഒക്കെ സന്ദർശിക്കുകയും ചെയ്ത് അതിനുശേഷമാണ് അദ്ദേഹം കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിലേക്ക് എത്തിയത്. അവലോകന യോഗത്തിൽ വിശദമായി തന്നെ സംസ്ഥാനത്തിൻ്റെ നഷ്ടം ആ യോഗത്തിൽ പ്രധാനമന്ത്രിയെ ബോധിപ്പിക്കാനായി നേരത്തെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഈ ദുരന്ത സ്ഥലം സന്ദർശിക്കുകയും കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ ഇന്നലെ കേന്ദ്രതല ഉദ്യോഗസ്ഥ സംഘം ഈ ദുരന്ത ഭൂമിയിൽ പരിശോധന നടത്തുകയും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ടുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി ഇന്ന് ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും പിന്നീട് അവലോകന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത് വിശദമായ പ്രസന്റേഷൻ ഈ അപകടത്തെപ്പറ്റി ഉണ്ടായി. നേരത്തെ എങ്ങനെ ചൂരൽമല ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏതവസ്ഥയിലേക്ക് ചൂരൽമല പോയി എന്ന കാര്യം മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഒപ്പം കേവലം കെട്ടിടങ്ങളുടെ നിർമ്മിതി മാത്രമല്ല, സമഗ്രമായ പുനരധിവാസം ലക്ഷ്യമിട്ടുള്ള കാര്യങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ പ്രധാനമന്ത്രി മോദിജി പറഞ്ഞിരുന്നു. അദ്ദേഹം ഗുജറാത്തിൽ 1970കളിലെ അവസാനത്തിൽ അദ്ദേഹം നേരിട്ട് ഇടപെട്ട ഇതുപോലെയുള്ള ഒരു ദുരന്തത്തെക്കുറിച്ച് അന്ന് ഒരു സന്നദ്ധ പ്രവർത്തകനായി ആ ദുരന്ത മുഖത്ത് താൻ ഉണ്ടായിരുന്ന കാര്യം അദ്ദേഹം ഓർമ്മിക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരം അനുഭവ പരിചയമുള്ള പ്രധാനമന്ത്രിയോട് കൂടുതൽ കാര്യങ്ങൾ ഇതിനെ
അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും കാർഷികപരമായും ഒക്കെയുള്ള ഈ നാടിൻ്റെ നഷ്ടം നികത്തുന്നതിന് പര്യാപ്തമായ ഒരു സഹായം കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടു. എന്തായാലും ഇക്കാര്യങ്ങളിൽ അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് കേന്ദ്രത്തിന് ഉണ്ടാവും. വയനാടിനോടൊപ്പം ഇന്ത്യയിലെ രാജ്യത്തെ ജനങ്ങൾ മുഴുവനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം പണമില്ല എന്ന പേരിൽ വയനാട്ടിലെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തേണ്ടി വരില്ല. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഒരു കാര്യങ്ങൾക്കും ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. നിലവിൽ തന്നെ ഒരു ലഘു നിവേദനം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ വിശദമായ ഒരു നിവേദനത്തിനായി കാക്കുകയാണ് കേന്ദ്രം. ഈ നിവേദനം കിട്ടുന്ന മുറയ്ക്ക് ഉചിതമായ സാമ്പത്തിക സഹായം, അർഹമായ സാമ്പത്തിക സഹായം വയനാടിന് നൽകുമെന്ന് അറിയിച്ചാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്. എന്തായാലും മന്ത്രിമാരൊക്കെ തികച്ചും പോസിറ്റീവായി തന്നെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനെ കാണുന്നു. വയനാട് ജനത തികച്ചും പോസിറ്റീവായി അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ കാണുന്നു. ഇതിൻ്റെ തുടർ ഫലങ്ങൾ വളരെ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളൊക്കെ നിൽക്കുന്ന വയനാട് ജനതയുടെ ഒരു പുനരധിവാസം എന്ന ഒറ്റ ലക്ഷ്യത്തിനായി നിൽക്കുമ്പോൾ അതിന് ഈ രാജ്യം മൊത്തം ഈ ജനതയോടൊപ്പമുണ്ട് എന്ന ഒരു വിശ്വാസമാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ആര്യ, തീർച്ചയായും സനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം MG മിഥുൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മണിക്കൂർ ഷെഡ്യൂൾ ചെയ്തിരുന്ന സന്ദർശനം അത് 5.5 മണിക്കൂർ നീണ്ടിരിക്കുന്നു. ദുരന്ത ഭൂമിയും ദുരന്തത്തെ അതിജീവിച്ചവരെയും ഒക്കെ കണ്ട് സമാശ്വസിപ്പിച്ച് കേരളത്തിന്, വയനാടിന് വലിയ വാഗ്ദാനങ്ങൾ നൽകി അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ്. ഇന്നത്തെ അദ്ദേഹത്തിന്റെ വയനാട് ദുരന്ത ഭൂമിയിലെ സന്ദർശനത്തിന്റെ ഒരു സമഗ്ര ചിത്രം അതെങ്ങനെയാണ്? ആര്യ, നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം ഏകദേശം 2.5 മണിക്കൂറിലധികം വയനാട് മക്കളോടൊപ്പം ചേർന്നതിന് ശേഷമാണ് പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മടങ്ങിയത്. 5 മണിയോട് കൂടിയാണ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് ഈ ഒരു വ്യോമസേനയുടെ M-17 എന്ന ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് പറന്നുയരുകയും ചെയ്തത്. രാവിലെ 11 മണിയോടുകൂടി അദ്ദേഹം കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നു. പിണറായി വിജയൻ, ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കമുള്ള ജനപ്രതിനിധികൾ, ഒപ്പം തന്നെ BJP നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് അവർ വ്യോമമാർഗം ഈ ഒരു ദുരന്തബാധിത പ്രദേശങ്ങളിലേക്ക് സന്ദർശിക്കാനെത്തി. വ്യോമനിരീക്ഷണം നടത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി, ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഒപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു തുടങ്ങിയവരും ഈ ഒരു ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. 3 ഹെലികോപ്റ്റർ അടങ്ങുന്ന സംഘമാണ് ഈ ഒരു ദുരന്തബാധിത മേഖലകളിലേക്ക് തിരിച്ചത്. നടുഭാഗത്ത് നമ്മൾ കാണുന്ന ആ ദൃശ്യത്തിലുള്ള ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയും മറ്റ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ചു. മറ്റ് 2 ഹെലികോപ്റ്ററുകളിൽ സുരക്ഷാ വിഭാഗങ്ങൾ അവർക്ക് അകമ്പടിയായി പോവുകയും ചെയ്തു. ഈ മേഖലകളിൽ മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം, ഒപ്പം തന്നെ ചുരുൾമല അടക്കമുള്ള പ്രദേശങ്ങളിൽ താഴത്തിൽ പറന്നുകൊണ്ട് കൃത്യമായി തന്നെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായ ദുരനുഭവം, അവിടെ ഉണ്ടായ ആ വലിയ ദുരന്തം അതൊക്കെ നേരിൽ കണ്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു അത് വിശദീകരിച്ച് നൽകുകയും ചെയ്തു. നേരത്തെ ഇവിടെ എങ്ങനെയായിരുന്നു, എത്രത്തോളം കുടുംബങ്ങൾ താമസിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് വിശദീകരിച്ച് നൽകി. തുടർന്ന് 12 മണിയോടുകൂടി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു SKMJ ഗ്രൌണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിലേക്ക് ഈ 3 ചോപ്പറുകളും വന്നിറങ്ങുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി മന്ത്രിമാരുണ്ടായിരുന്നു. മന്ത്രിമാരായ K രാജൻ, ഒപ്പം തന്നെ OR കിളു അടക്കമുള്ള മന്ത്രിമാരും, ഒപ്പം തന്നെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ശേഷം പ്രത്യേകം തയ്യാറാക്കിയ വാഹന വ്യൂഹത്തിൽ പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്കൊപ്പം മറ്റു ഉദ്യോഗസ്ഥരും, അതായത് ADGP MR അജിത് കുമാർ, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അവിടേക്ക്, അതായത് ആദ്യം പോയത് ചൂരൽമലയിലേക്കാണ്. സൈന്യം തയ്യാറാക്കിയ ബെയിലി പാലത്തിൽ അദ്ദേഹം ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു. ഒപ്പം തന്നെ ബെയിലി പാലത്തിൽ മാത്രമായിരിക്കും അദ്ദേഹം ചെലവഴിക്കുക എന്നാണ് നമുക്ക് ആദ്യം കിട്ടിയ വിവരം. പിന്നീട് അത് മാറുന്നു. ചൂരൽമലയിലേക്ക്, കൂടുതൽ ദുരന്തബാധിത മേഖലകളിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങിക്കൊണ്ട് ആ പ്രദേശത്തെ ബാധിച്ച ദുരന്തത്തെ അദ്ദേഹം നേരിൽ കണ്ടു. അദ്ദേഹത്തോട് അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി ഉദ്യോഗസ്ഥർ വിശദീകരിച്ച് നൽകുകയും ചെയ്തു. അവിടെ ഏകദേശം 1/2 മണിക്കൂറുകൾ മുകളിൽ അവിടെ അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം നേരെ എത്തിയത് മിംസ് ആശുപത്രിയിലാണ്. അവിടെ 75ഓളം രോഗികളുണ്ട്. ഇവിടെ ദുരന്തമേറ്റുവാങ്ങി അതിന്റെ ശേഷിപ്പുകളായിട്ടുള്ള നിരവധി ആളുകൾ അവിടെ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവരെയൊക്കെ എത്തി സമാശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിനാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പല കുട്ടികളെയും ഒക്കെ തന്നെ അദ്ദേഹം തഴുകുന്നത് ആ മാതാപിതാക്കളൊക്കെ കാണുമ്പോൾ തന്നെ കേന്ദ്രവും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ തങ്ങൾക്കൊപ്പമുണ്ട് എന്നും ഇനിയുള്ള അതിജീവനത്തിന് അവർക്ക് ഒരു കരുത്ത് പകരുന്ന തരത്തിലുള്ള ഒരു സന്ദർശനം കൂടിയായി അത് മാറുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം പോയത് സെന്റ് ജോസഫ്
സ്കൂളിലുള്ള മേപ്പാടിയിലുള്ള സെന്റ് ജോസഫ് സ്കൂളിലുള്ള ആ ദുരിതാശ്വാസ ക്യാമ്പിലേക്കായിരുന്നു. അവിടെയും ഈ ഒരു ക്യാമ്പിൽ കഴിയുന്ന ആളുകളെ കണ്ട് കൃത്യമായ വിവരങ്ങൾ ചോദിച്ചറിയുകയും ഒപ്പം തന്നെ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം അവിടെ നിന്ന് നേരെ തിരികെ റിവ്യൂ മീറ്റിംഗിനായി കൽപ്പറ്റയിലുള്ള കളക്ടറേറ്റിലേക്ക് അദ്ദേഹം എത്തുന്നത്. അവിടെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഒപ്പം തന്നെ മറ്റു മന്ത്രിമാർ, മറ്റു ഉദ്യോഗസ്ഥർ സമ്പൂർണ്ണ റിവ്യൂ മീറ്റിംഗ് ആയിരുന്നു നടന്നത്. അവിടെ ഏകദേശം അരമണിക്കൂറോളം ഈ യോഗം പുരോഗമിച്ചിരുന്നു. ആ ഡിജിറ്റൽ പ്രസന്റേഷനിൽ കൃത്യമായി അദ്ദേഹം സന്ദർശിച്ച ആ സ്ഥലങ്ങളിൽ നേരത്തെ എങ്ങനെയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിച്ച് നൽകി. ഒപ്പം തന്നെ ഇനി പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രിയും മറ്റുദ്യോഗസ്ഥരുമായി കൃത്യമായി അദ്ദേഹത്തെ ബോധിപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് നേരത്തെ അനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം ഈ ഒരു വയനാടിന് മക്കളോടൊപ്പമാണ്, എന്ത് സഹായവും വേണമെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അത്തരത്തിലുള്ള പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു കടന്നുവരവിനെ സംസ്ഥാനം കാണുന്നത്. തുടർന്ന് 5 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ വാഹനം ഇവിടേക്ക് കടന്നു വരുന്നു. SKMJ ഗ്രൗണ്ടിലെത്തുന്നു. അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ യാത്ര അയക്കുന്നതിന് വേണ്ടി മന്ത്രി കെ രാജൻ, ഒപ്പം തന്നെ OR കേളൂർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു. തുടർന്ന് 5 മണിയോടുകൂടി അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് ഈ M17 ഹെലികോപ്റ്റർ ഇവിടുന്ന് പറന്നുയർന്നു. അല്പസമയത്തിനു മുമ്പ് അദ്ദേഹം കണ്ണൂരിലെത്തി. അവിടെ നിന്ന് പ്രത്യേക വിമാനത്തിൽ അദ്ദേഹം തിരികെ ഡൽഹിക്ക് മടങ്ങുകയും ചെയ്തു. ഇതായിരുന്നു ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള നടന്ന പരിപാടികൾ. 3 മണിക്കൂർ നേരമായിരുന്നു ഈ ഒരു പരിപാടി ചാർട്ട് ചെയ്തിരുന്നതെങ്കിൽ പോലും 2.5 മണിക്കൂർ അധികം അദ്ദേഹം ഇവിടുത്തെ വയനാടിന്റെ ജനതയോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തു. ആര്യ, മിഥുൻ, അതാണ് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത് ഇത്തരത്തിൽ നമ്മൾ അഭിമുഖീകരിച്ച ഈ വലിയ ദുരന്തം, കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം, ദേശീയ തലത്തിൽ തന്നെ ഇത്രത്തോളം വലിയ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അത്തരത്തിലുള്ള ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് അതിനനുസൃതമായിട്ടുള്ള സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ അത്തരത്തിൽ ഉള്ള സഹായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും എല്ലാ വിഷയങ്ങളിലും ഇത്തരത്തിൽ അനുഭാവപൂർവ്വം കേട്ടിരിക്കുകയും പരിഗണന നൽകാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുമെന്നുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഇത്രത്തോളം വിശദമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമെന്നും വിശാലമായി അവിടെ ഇറങ്ങി നടന്നുകൊണ്ട് ഈ ദുരന്തഭൂമിയെക്കുറിച്ച് മനസ്സിലാക്കുമെന്നും ഈ ദുരന്തത്തെ അതിജീവിച്ചവരെ നേരിട്ടെത്തി ഇത്രത്തോളം സമയം അവർക്കായി ചിലവഴിക്കും എന്നുള്ളതൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 3 മണിക്കൂറായി ഷെഡ്യൂൾ ചെയ്തിരുന്ന ഒരു സന്ദർശനം അദ്ദേഹം വൈകാരികമായി ഇടപെട്ടതുകൊണ്ട് തന്നെയാകാം ഒരു പക്ഷേ അതൊരു 5.5 മണിക്കൂറിലേക്ക് നീണ്ടത്. എന്തായാലും വലിയ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം കേരളത്തിന് നൽകുന്നത്. വളരെ ആശാവഹമായി തന്നെ ഈ വിഷയത്തിൽ കേന്ദ്രം ഇടപെടുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് ഒപ്പമുണ്ട്. ഈ ദുരന്തത്തെ അതിജീവിച്ചവർക്ക്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയെ നേരിട്ട് കാണുമ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്കെല്ലാം കേന്ദ്രവും പ്രധാനമന്ത്രിയും ഒക്കെ ഒപ്പമുണ്ടാകും എന്നുള്ളത് നമുക്ക് ഔദ്യോഗിക വൃത്തത്തിനപ്പുറം, സംസ്ഥാന സർക്കാരിനപ്പുറം ഈ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് കൂടി ഒരു ഉറപ്പ് ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ ആശ്വാസമാവുകയാണ്. ഈ ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെ നയിക്കണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന ഈ ജനതയ്ക്ക് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം വലിയ ആശ്വാസം പകർന്നിരിക്കുന്നു എന്നുകൂടി പറയേണ്ടതില്ലേ മിഥുൻ? അതെ, തീർച്ചയായും. അതായത് അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ ഈ ക്യാമ്പിൽ, അതായത് ഈ ഒരു SKMJ സ്കൂളിന് സമീപമുള്ള ക്യാമ്പുണ്ട്. അവിടെ പ്രവർത്തിക്കുന്ന അവിടെ നിരവധി അന്തേവാസികളുണ്ട്. ചൂരൽമലയിൽ നിന്നുള്ള, മുണ്ടക്കയിൽ നിന്നുള്ള, ഒപ്പം തന്നെ മറ്റ് സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള നിരവധി അന്തേവാസികൾ, അട്ടമലയിൽ നിന്നുള്ള അടക്കമുള്ള നിരവധി അന്തേവാസികൾ ഇവിടെയുണ്ട്. അവരോടൊക്കെ നമ്മൾ പ്രതികരണം തേടുകയും ചെയ്യുന്നു. അവരൊക്കെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞത് പ്രധാനമന്ത്രി കൂടി എത്തിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ തങ്ങൾക്കൊപ്പം അവർ നിൽക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുകയും ചെയ്തത്. ആ പ്രതീക്ഷ കൈവിടുന്നില്ല പ്രധാനമന്ത്രി കൂടി എന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും കേരളം എന്ന സംസ്ഥാനത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സമാനതകളില്ലാത്ത വലിയ ദുരന്തമാണ് വയനാടിനെ സംബന്ധിച്ച് ഉണ്ടാവുകയും ചെയ്തത്. അത് മറികടക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 2000 കോടിയിലധികം രൂപ മാത്രം നമുക്ക് പുനരധിവാസത്തിനായി മാത്രം നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അത്രയും വലിയ തുക കണ്ടെത്തുക എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ സുമനസ്സുകാരായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇതിനോടകം തന്നെ നിരവധി തുക CMDRFിലേക്ക് നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരൊക്കെ തന്നെ ഓരോ പിഞ്ചു കുട്ടികൾ പോലും തന്നെ അവരോടാവുന്ന തരത്തിലുള്ള തുകകളും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളും ഒക്കെ നൽകുകയും, ഒപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡാൻകുര്യൻ റിപ്പോർട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. സെന്റ് ജോസഫ് സ്കൂളിലുള്ള ആ കളക്ഷൻ സെന്ററിൽ
കൂന കൂട്ടിയിട്ടിരിക്കുകയാണ്. അത്രയും അധികം സഹായഹസ്തമായിരുന്നു വന്നിട്ടുള്ളത്. അത്രയും പേർക്ക്, അതായത് ഇവിടെ എത്രത്തോളം ക്യാമ്പുകളിൽ കഴിയുന്ന അവരേക്കാൾ ഒരു അതിൻ്റെ ഇരട്ടിയിലധികം ആളുകൾക്ക് കുറേ കാലം ഭക്ഷിക്കാനടക്കമുള്ള സാമഗ്രികളാണ് ഇവിടത്തേക്ക് നമ്മുടെ ജനത നൽകിയത്. കേരളത്തിൽ നിന്നുള്ള ഓരോ ജനവിഭാഗവും നൽകിയത്. ഒപ്പം തന്നെ സമീപ ജില്ലകളിൽ സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തമിഴ്നാട്ടിൽ നിന്നാകട്ടെ അല്ലെങ്കിൽ കർണാടകയിൽ നിന്നാകട്ടെ അവിടെ നിന്നൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വലിയ സഹായഹസ്തം നമുക്ക് ലഭിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രിയുടെ ഈ ഒരു കടന്നുവരവ് വലിയ ആശാവഹമായി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു നൊമ്പരത്തിൽ നിന്ന് ഇതുവരെയും വിട്ടുമാറാൻ കഴിയാത്ത നിരവധി ജനങ്ങളെ നമ്മൾ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പലരും ഇതിനോടകം തന്നെ ഈ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കാത്തൊരു പശ്ചാത്തലമുണ്ട്. അവരെ കണ്ട് നേരിട്ട് ആശ്വസിപ്പിക്കുകയും പ്രധാനമന്ത്രി അത്തരത്തിൽ വളരെ വൈകാരികമായി തന്നെയായിരുന്നു ഈ ഒരു കുട്ടികളെയൊക്കെ കാണുമ്പോഴൊക്കെ തന്നെ അദ്ദേഹം വളരെ വൈകാരികമായി അദ്ദേഹം നോക്കിക്കാണുന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തോടുകൂടി ഒരു റീബിൽഡ് വയനാട് എന്നുള്ളത് അത് വളരെ പെട്ടെന്ന് നമുക്ക് സാധ്യമാക്കാം. അതെ, ആ സാധ്യമാക്കുന്നതിൽ കേന്ദ്രത്തിന്റെ വലിയ സഹായമുണ്ട്, ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് പ്രധാനമന്ത്രി നൽകിയിരിക്കുകയാണ്. മിഥുനിലേക്ക് ഞാൻ മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. വയനാടിന്റെ ദുരിതം നേരിട്ട് കണ്ട് വയനാടിന്റെ ജനതയ്ക്ക് ആശ്വാസം പകർന്ന പ്രധാനമന്ത്രി വലിയ വാഗ്ദാനങ്ങൾ നൽകി മടങ്ങിയിരിക്കുകയാണ്. MG മിഥുൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, പ്രധാനമന്ത്രി എത്തുന്നതിലേക്ക് തന്നെയാണ് ഇന്ന് പ്രധാനമായും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. പക്ഷേ അതിനപ്പുറം വയനാട്ടിൽ ഈ രക്ഷാദൗത്യമടക്കം തെരച്ചിലടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ദൗത്യം ഏത് തലത്തിലാണ് പുരോഗമിച്ചത്? ഒപ്പം നാളെ ജനകീയ തെരച്ചിൽ നടത്തുന്നതാണല്ലോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആര്യ, പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഭാഗികമായി ഈ ഒരു തെരച്ചിൽ നിർത്തിവെച്ചിരുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. അതിൽ ഈ സന്നദ്ധ സംഘടനയിൽപ്പെട്ട ആളുകളെ മാത്രമായിരുന്നു ഇവിടേക്ക് പ്രവേശിപ്പിക്കാതിരുന്നത്. പക്ഷേ NDRFന്റെയും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെയും SOG ടീമിന്റെയും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് കൃത്യമായി ഈ മേഖലകളിലൊക്കെ തന്നെ മുണ്ടക്കൈ, പുച്ചിരിമട്ടം, ഒപ്പം തന്നെ ചൂരൽമല, അട്ടമല അടക്കമുള്ള മേഖലകളിൽ ഇന്ന് പരിശോധന നടത്തുകയും ചെയ്തു. രാവിലെ കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ സൂചിപ്പാറ അടക്കമുള്ള മേഖലയിൽ ഈ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നേരത്തെ തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്ന് 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. പക്ഷേ അതിൽ 3 മൃതദേഹം മാത്രമാണ് ഇന്ന് രാവിലെയോടുകൂടി ഇത്തരത്തിൽ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചത്. പിന്നീട് പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഹെലികോപ്റ്ററിന് അവിടേക്ക് പോകാൻ സാധിക്കില്ലായിരുന്നു. പക്ഷേ ഇന്ന് വൈകിട്ടോടുകൂടി അവിടെ എത്തി ഈ മൃതദേഹം കൂടി അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 4 മൃതദേഹങ്ങൾ കൂടി ഇതിനോടൊപ്പം തന്നെ ഈ സൂചിപ്പാറ മേഖലയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെ ജനകീയ തെരച്ചിൽ വീണ്ടും തുടരും. ഇന്നലെയാണ് ഇത് ആദ്യമായി ആരംഭിച്ചത്. ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു തെരച്ചിൽ നടത്തുന്നത്. അതിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ജനകീയ തെരച്ചിൽ നടത്തുന്നത്. ആ ഒരു തെരച്ചിലും കൃത്യമായി തന്നെ ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. മുണ്ടക്കൈയിൽ നിന്നും ഒപ്പം തന്നെ ചൂരൽമലയിൽ നിന്നും ഒക്കെ തന്നെ 4 മൃതദേഹ ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ ജനങ്ങൾ പറയുന്ന, അവിടെ താമസിച്ചിരുന്ന അന്തേവാസികൾ പറയുന്ന അനുസരിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി പരിശോധന നടത്തിയത്. അവിടെ നിന്ന് കൃത്യമായി ഈ മൃതദേഹ ഭാഗങ്ങളൊക്കെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാളെ വീണ്ടും ഈ ജനകീയ തിരച്ചിൽ തുടരാൻ സർക്കാർ സംവിധാനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടി ഈ തെരച്ചിൽ ആരംഭിക്കും. സന്നദ്ധ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതുപോലെ തന്നെ രാവിലെ മുതൽ 7 മണി മുതൽ തന്നെ ഈ തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്യും. സേനാ വിഭാഗങ്ങളുടെ ഒരു തെരച്ചിൽ നാളെയും പുരോഗമിക്കും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മേഖലകൾ കേന്ദ്രീകരിച്ച് 6 സെക്ടർ കേന്ദ്രീകരിച്ചിട്ടുള്ള തെരച്ചിൽ വീണ്ടും തുടരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ഇനി ഏകദേശം സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 133 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് ഔദ്യോഗികമായി അവർ അറിയിക്കുന്നത്. പക്ഷേ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് അതിൽ കൂടുതൽ ആളുകളെയും ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ദിവസത്തേക്ക് കൂടി തിരച്ചിൽ നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്രിമാരുൾപ്പെടെയുള്ളവർ അതുതന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിന് ശേഷവും വ്യക്തമാക്കുകയും ചെയ്ത് വരും ദിവസങ്ങളിലും ഈ ഒരു ജനകീയ തെരച്ചിൽ ഉണ്ടാകും. മറ്റു സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള തെരച്ചിലുണ്ടാകും. സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെരച്ചിലുണ്ടാകുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. എന്തായാലും ഇന്ന് 4 മൃതദേഹങ്ങളാണ് എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. അതിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെയാണ് നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെയും വിപുലമായ തരത്തിൽ ഈ മേഖലകൾ കേന്ദ്രീകരിച്ച്, ഒപ്പം തന്നെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് കീഴിലും ഒപ്പം തന്നെ ഈ ചാലിയാർ പുഴയുടെ പുഴയോരങ്ങളിലും ഒക്കെ തന്നെ തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മിഥുൻ, ഈ വരും ദിവസങ്ങളിലും തിരച്ചിൽ പുരോഗമിക്കുമെന്ന് അധികൃതർ പറയുമ്പോഴും ഈ രക്ഷാദൗത്യം, ഈ തെരച്ചിൽ അത് അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതില്ലേ?
ആര്യ, അതായത് ഇപ്പോൾ സർക്കാർ പറയുന്നതനുസരിച്ച് 133 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. അവരെവിടെയാണെന്നോ അവരാരൊക്കെയാണോ എന്നും ഒക്കെ ഇതുവരെയും ഒരു കൃത്യമായ വിവരമോ അല്ലെങ്കിൽ കൃത്യമായ ചിത്രത്തിലേക്ക് എത്താനോ ഇതുവരെ സർക്കാർ സംവിധാനങ്ങൾക്ക് ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നിലവിൽ 230ഓളം പേരുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചിരുന്നു. അതായത് അവരെയൊന്നും തന്നെ തിരിച്ചറിയാനായിട്ടില്ല എന്നുള്ളതാണ്. അതിൽ പൂർണ്ണ മൃതദേഹമായിട്ടുള്ളത് 36 പേരുടെ മൃതദേഹമാണ്. മറ്റുള്ളവരുടെ എല്ലാം ശരീരഭാഗങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അതെല്ലാം തന്നെ ഓരോ കുഴിമാടത്തിൽ അടക്കുന്നത് വേദനയോടെ നോക്കി നിൽക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അത്തരത്തിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരൊക്കെ തന്നെ അവിടെ എത്തി ഇത് തങ്ങളുടെ ആരെങ്കിലുമാണോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനി അവരുടെ ഒരു DNA റിപ്പോർട്ട് അടക്കം വെച്ചാണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഈ ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളുടെയും ഒപ്പം തന്നെ ഈ ക്യാമ്പുകളിൽ കഴിയുന്ന അന്തേവാസികളുടെയൊക്കെ DNA പരിശോധന നടത്തി ഈ ബ്ലഡ് സാമ്പിളുകളോട് കൂടി ഇതിൽ ആരെങ്കിലും ഒക്കെ ആണോ അല്ലെങ്കിൽ അവരാരാണ് എന്നൊക്കെ തിരിച്ചറിയാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഭരണകൂടത്തിലുള്ളത്. എന്തായാലും നിലവിൽ ഇത്രയധികം പേരെ ഇതുവരെയും ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇതുവരെയും ഈ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞിട്ടുള്ള പേരുവിവരങ്ങൾ പോലും ലഭ്യമാക്കാൻ സാധിക്കാത്തൊരു പശ്ചാത്തലമുണ്ട്. കൂടാതെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് അതിന് വേണ്ടതെല്ലാം ചെയ്യും, എല്ലാ പിന്തുണയും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. മിനിസ്റ്റർ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ട് ഇതിന് ശേഷം എന്തെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ട്? ഇല്ല, ഞങ്ങൾ ആ മീറ്റിങ്ങിലിരുന്ന് ചർച്ച ചെയ്തു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആശയങ്ങളും ആവശ്യങ്ങളുമൊക്കെ ആവശ്യവും പിന്നെ പരിഗണിക്കപ്പെടും. അത് മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ പരിഗണിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആകാശ നിരീക്ഷണം നടത്തി പിന്നീട് ചുരൽമലയിൽ നേരിട്ട് അദ്ദേഹം എത്തി. അതൊക്കെ കൂടുതൽ ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അതിൻ്റെ അല്ല, അത് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചതാണ്. ചൊവ്വാഴ്ച വൈകുന്നേരം ആദ്യത്തെ മീറ്റിങ്ങിൽ എന്തൊക്കെ എന്നുള്ളത് തീരുമാനിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് നടന്നത്. അതിലെ ഒരു സ്കൂൾ മാത്രം മാറി. ഡീപ്പോൾ എന്നുള്ളത് സെൻറ്റ് ജോസഫ്സ്, കാരണം അവിടെയാണ് കൂടുതൽ ഇൻമെറ്റ്സ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ഈ വ്യഥയുടെ ഒരു ഭാരം പേറുന്ന ആൾക്കാരുടെ എണ്ണവും അവിടെയാണ് കൂടുതലുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവരെയൊക്കെ കാണണമെന്ന് പറഞ്ഞു. അവരെല്ലാം ഒരു 10-20 പേരെ അകത്ത് പോയി ഇൻഡിപെൻഡൻ്റായിട്ട് മീറ്റ് ചെയ്തു. നഴ്സിംഗ് സ്റ്റാഫിനെ കണ്ടു, ഡോക്ടേഴ്സിനെ കണ്ടു, പിന്നെ കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ടീമിനെ കണ്ടു, ആയുർവേദിക് ടീമിനെ കണ്ടു. എനിക്ക് തോന്നുന്നു കുറച്ചധികം ആൾക്കാർ നേരിട്ട് ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോയി എല്ലാവരെയും ഇങ്ങനെ ഓടി നടന്ന് കണ്ടു. പക്ഷേ കുറിപ്പിട്ട ആൾക്കാരുടെ അടുത്ത് നേരത്തെ ഗവൺമെൻറ് അറിയിച്ചിരുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വന്ന് കണ്ടുപോയപ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിലെല്ലാം പോയി അദ്ദേഹം അറ്റൻഡ് ചെയ്തു. അല്ല, അത് അല്ലെങ്കിലും ഉണ്ടാവും. അത് ആവശ്യപ്പെട്ടു. അതെ, അത് വേണമല്ലോ. സർക്കാർ ടൗൺഷിപ്പൊക്കെയാണല്ലോ കേരള സർക്കാർ പറയുന്നത്. ഏതാ ടൗൺഷിപ്പൊക്കെയാണല്ലോ കേരള സർക്കാർ പറയുന്നത്. അല്ല, എന്ത് തന്നെയായാലും ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് കൊടുക്കണം. ഇതിൻ്റെ ഈ ഒരു ആഘാതം എത്രയെന്നുള്ള കൃത്യമായ കണക്കെടുപ്പ് ഇനിയും ആയിട്ടില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ടീം പറഞ്ഞു. അപ്പോൾ അതും കൂടി എടുത്ത് അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേണ്ടതെല്ലാം ചെയ്യും എന്നാണ് പറഞ്ഞത്. തടസ്സം എന്നൊരു വാക്ക് നമ്മൾ അതിനകത്ത് കൊണ്ടുവരണം. ഉടൻ തന്നെയൊന്നും പറഞ്ഞില്ലേ. ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ സാങ്കേതികമായി തന്നെ അറിയിക്കുന്ന മാത്രമേ പിന്നെ അവിടെ നിന്നോട്ട് കൊടുക്കാനുള്ളതിൻ്റെ കണക്കെടുപ്പും കാര്യങ്ങളും എല്ലാം നടന്ന ഒരു പ്രോസസ്സാണ്. അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. മിനിസ്റ്റർ, ഈ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക പാക്കേജ് അങ്ങനെ ഒരു 10 ഐറ്റം വന്നിട്ടുണ്ട്. അതിനകത്ത് ബേസിക്കായിട്ട് വരേണ്ടത് കൗൺസിലിംഗ്, അവരുടെ മനോഘടനയെ സംരക്ഷിതമായ ഒരു തലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടുന്ന അവരുടെ ജീവിതത്തിലെ ഇനിയുള്ള പ്ലേസ്മെൻറ്റ് അങ്കലാപ്പുകളുണ്ടെങ്കിൽ ആ അങ്കലാപ്പുകളെല്ലാം ഇല്ലാതാക്കി പുതിയ പ്ലേസ്മെൻറ്റിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഓൺടർപ്രണേഴ്സിന് പുതിയ സ്കില്ലുകളിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ അടിയന്തരമായിട്ടുള്ള സാമ്പത്തിക സഹായത്തിൻ്റെ സാധ്യതയുണ്ടോ? അല്ല, അതൊന്നും പറയാനൊക്കത്തില്ല. അടിയന്തരമല്ല, നമുക്ക് സമഗ്രമായ ഒരു ഇടപെടലാണ്. പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഒരു സഹായം അത് തന്നെയാണ് ഇത്രയും ദൂരം. അതാണ് ഞാൻ പറഞ്ഞത്. 2000 കോടി എന്നുള്ളൊരു പാക്കേജാണ്. അല്ല, അതൊന്നും എനിക്കറിയത്തില്ല. അതൊക്കെ വരും. ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുമ്പം അതിനകത്ത് വരുന്നതെന്നാണ് അത് നോക്കിയായിരിക്കും ചെയ്യുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ വേഗത്തിലുണ്ടാകും. പിന്നെ അതാ ചോദിക്കുന്നത്. വേഗമല്ല, എല്ലാം കൃത്യമായി ഉണ്ടാവും.
കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിലും യോഗത്തിലുമൊക്കെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പമുണ്ടായിരുന്നു. 10 പ്രധാനപ്പെട്ട വിഷയങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകുന്നത്. അതിൽ അവിടെ ഈ ദുരന്തത്തെ അതിജീവിച്ചവർക്കുള്ള മാനസികമായ പിന്തുണ നൽകുന്ന കൗൺസിലിംഗിലടക്കമുള്ള വിഷയങ്ങൾ പ്രാമുഖ്യത്തോടുകൂടി പരിഗണിക്കുന്നുണ്ട്. മറ്റ് കേരളം മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും വേണ്ട വിധം തന്നെ പരിഗണിക്കുമെന്നും വേണ്ടതെല്ലാം ചെയ്തു നൽകുമെന്നും പറയുകയായിരുന്നു അദ്ദേഹം. എത്രത്തോളം വേഗത്തിൽ ഈ സഹായ വാഗ്ദാനങ്ങൾ പദ്ധതികളൊക്കെ നടപ്പാക്കും എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചത് വേഗതയ്ക്കപ്പുറം കൃത്യത ഉണ്ടാകും എന്നുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത്. അടിയന്തരമായ സാമ്പത്തിക സഹായത്തിനപ്പുറം സമഗ്രമായ ഒരു പാക്കേജാണ് പ്രതീക്ഷിക്കുന്നത്. അടിയന്തര സാമ്പത്തിക സഹായത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല. എന്തായാലും സമഗ്രമായ ഒരു പാക്കേജ് കേന്ദ്രത്തിന്റെ മനസ്സിലുണ്ട്, അത് നടപ്പാക്കും. കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിശദമായ മെമ്മോറാണ്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് എത്തി പഠിച്ചതിന് ശേഷം അത്തരത്തിലുള്ള ഔദ്യോഗിക പാക്കേജ് പ്രഖ്യാപനങ്ങളിലേക്കൊക്കെ കടക്കും എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചതിലും കൂടുതൽ സമയമാണ് പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ ചിലവഴിച്ചത്. വയനാട് ജില്ലാ കളക്ടർ ആർ മേഘശ്രീയും ADGP MR അജിത് കുമാറും ദുരന്തത്തിന്റെ ആഘാതം മോദിക്ക് വിവരിച്ചു കൊടുത്തു. കേരളത്തിന്, പ്രത്യേകിച്ച് വയനാടിന് ഒരുപാട് പ്രതീക്ഷ നൽകിയ ഒരു സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയത് എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ ഓഫീസറോ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട SPG കേന്ദ്രങ്ങളോ ഒന്നും ഇത്ര അധികം സമയം ഞാൻ നിൽക്കുന്ന ചൂരൽമലയിൽ ഈ ബെയിലി പാലത്തിൽ അദ്ദേഹം ചിലവഴിക്കും, ഈ പറഞ്ഞ സമീപത്ത് കാണുന്ന ഈ ദുരന്തമുണ്ടായ പ്രദേശങ്ങളിൽ അദ്ദേഹം ചിലവഴിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം വളരെ പെട്ടെന്ന് ഇവിടെ എത്തി ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കണ്ട്, രക്ഷാപ്രവർത്തകരെ കണ്ട് അവർക്ക് അഭിനന്ദനം നൽകിക്കൊണ്ട് മടങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന ദൃശ്യങ്ങൾ ഉരുൾപൊട്ടലിൽ ഇല്ലാതായിപ്പോയ സ്കൂളാണ്. അദ്ദേഹം ആദ്യം കണ്ടത് ഈ സ്കൂളിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ അത്രയധികം സമയം ഇവിടെ നിലനിർത്തിയതിന്റെ പ്രധാനപ്പെട്ട കാര്യവും ഈ സ്കൂളിന്റെ ദൃശ്യങ്ങൾ തന്നെ ആയിരിക്കാം. അദ്ദേഹം ചോദിച്ചറിഞ്ഞത് ഈ സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥയെക്കുറിച്ചാണ്. പിന്നീട് ഈ സ്കൂളിലെ കുട്ടികൾക്ക് ജീവിച്ചിരിക്കുന്ന, നമുക്കറിയാം ഏതാണ്ട് 32ഓളം കുട്ടികൾ ഇവിടെ പഠിച്ചിരുന്ന കുട്ടികൾ മരിച്ചു. ഈ ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി സാധ്യമാകുമെന്ന ചോദ്യം അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞു. ADGP MR അജിത് കുമാർ അടക്കം ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് മറുപടിയും നൽകി. ഈ കുട്ടികളെ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയ കാര്യമൊക്കെ, മറ്റ് സ്കൂളുകളിലേക്ക് മാറ്റിയ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, ഇവിടുത്തെ പല കുട്ടികളുടെയും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്. അവരുടെ പുനരധിവാസം, അവരെങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുമെന്ന കാര്യം അദ്ദേഹം ചോദിച്ചറിഞ്ഞു എന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ ഏതാണ്ട് അരമണിക്കൂറിന് മുകളിൽ ഈ ബെയിലി പാലത്തിലും ഈ ദുരന്ത മേഖലയിലും ഈ പ്രദേശത്ത് ചിലവഴിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഈ കാണുന്ന ദൃശ്യങ്ങളൊക്കെ അദ്ദേഹത്തെ വല്ലാതെ അമ്പരപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ ജനവാസ മേഖലകളായിരുന്നു, നിരവധി ആളുകൾ താമസിച്ചിരുന്ന മേഖലകളായിരുന്നു, കൃഷിയിടങ്ങളായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള ഈ സ്ഥലങ്ങളിലേക്കാണ് ഇത്ര വലിയ കൂറ്റൻ പാറക്കെട്ടുകൾ വന്നു വീണത്, ഈ പ്രദേശമൊക്കെ വാസയോഗ്യമല്ലാതായി മാറിയത് എന്നുള്ള വിവരം അദ്ദേഹത്തെ വല്ലാതെ അമ്പരപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കുറെ അധികം സമയം അദ്ദേഹം ഇവിടെ ചിലവഴിക്കുകയും ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തത്. വിശദമായി തന്നെ ഈ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അദ്ദേഹത്തോടൊരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് ഈ മേഖലയിലെ സന്ദർശനം കൊണ്ട് തന്നെ അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന ബെയിലി പാലത്തിലൂടെ ഈ അറ്റം മുതൽ അങ്ങേയറ്റം വരെ നടന്ന് ആ സൈഡ് ചെന്ന് ആ മേഖലയിൽ ചെന്നാണ് അദ്ദേഹം ഇത്തരത്തിൽ സന്ദർശനം നടത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞത്. നമുക്കറിയാം എപ്പോഴും ഇതിന്റെ ദുരന്തത്തിന്റെ ബാക്കി പത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മണ്ണും മണലും ഒക്കെ കൂടിക്കിടക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണാം. അതൊക്കെ അദ്ദേഹം കണ്ടു. ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികളുമായി അദ്ദേഹം സംവദിച്ചു. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഒപ്പം ഗവർണർ ഉണ്ടായിരുന്നു, ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായിരുന്നു, ADGP ഉണ്ടായിരുന്നു, സൈനിക ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ ചൂരൽമല പ്രദേശത്തിന്റെ നേരത്തെയുള്ള പ്രത്യേകതയും ഇതിന്റെ ഒരു നാച്ചുറൽ എങ്ങനെയാണ് ഈ പ്രദേശം ഉണ്ടായിരുന്നത് എന്ന കാര്യമടക്കം ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് വിശദീകരിച്ചു. അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥയും അദ്ദേഹം നേരിട്ട് നോക്കിക്കണ്ടു. അങ്ങനെ ഈ വല്ലാത്ത ഒരു ദുരന്ത ഭൂമിയായ ഇവിടെ പ്രധാനമന്ത്രി ഇത്രയധികം സമയം ചിലവഴിച്ചു തന്നെയാണ് നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നത്. കൃത്യമായി തന്നെ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനും ആ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താനും ഈ സന്ദർശനത്തോട് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ സ്കൂളിൽ
സ്കൂളിന്റെ അവസ്ഥ അദ്ദേഹത്തെ വല്ലാതെ അമ്പരപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ സ്കൂളിന്റെ പുനരുദ്ധാരണത്തിന് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. നിരവധി വാഗ്ദാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദർശനം തന്നെയാണ്. ഒരുപാട് സഹായങ്ങൾ കേന്ദ്ര സർക്കാരിന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കണം. ഈ ദുരന്തത്തിന്റെ മുഴുവൻ വ്യാപ്തിയും മനസ്സിലാക്കി അതിന്റെ വേദനയും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി മടങ്ങിയത് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് അത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സമയം വൈകിയതും സന്ദർശനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വൈകിയതുമൊക്കെ ഈ പ്രദേശത്ത് അദ്ദേഹം ചിലവഴിച്ച സമയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സമയക്രമങ്ങളിലൊന്നും നേരത്തെയുള്ള പദ്ധതികളിലൊന്നും ഈ പ്രദേശത്ത് എത്രയധികം സമയം ചിലവഴിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അത് സംഭവിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമായും ഈ ആകാശ മാർഗമുള്ള കാഴ്ചകൾക്കപ്പുറം നേരിട്ട് അദ്ദേഹം ഈ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കണ്ടു മനസ്സിലാക്കി എന്നുള്ളത് തന്നെയാണ് ഈ സന്ദർശനത്തിന്റെ ഏറെ പ്രത്യേകതയായി തന്നെ മനസ്സിലാക്കാനുള്ളത്. ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നതും. ഒരുപക്ഷെ അടിയന്തര ശ്രദ്ധ പ്രധാനമന്ത്രിയുടേത് ഈ മേഖലയിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതനുസരിച്ചുള്ള എല്ലാ മാറ്റങ്ങളും സഹായങ്ങളും ഈ മേഖലയ്ക്ക് ലഭ്യമാകുമെന്നും നമ്മൾ കരുതണം. ഇവിടെ ചൂരൽമലയിൽ നിന്നും ഈ ബെയിലി പാലത്തിൽ നിന്നും ഹരികൃഷ്ണനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, ന്യൂസ് 18. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് വിംസ് ആശുപത്രിയിലെ ചികിത്സയിൽ തുടരുന്ന ചൂരൽമല സ്വദേശികൾ. എല്ലാം നഷ്ടപ്പെട്ട അതിജീവിതർക്ക് പ്രധാനമന്ത്രി നൽകിയ ഉറപ്പിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതായും അതിജീവിതർ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച് ചികിത്സയിൽ തുടരുന്ന മുണ്ടക്കൈ സ്വദേശി അനിൽ എന്നോടൊപ്പം ചേരുകയാണ്. അനിലിനെ അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ആശുപത്രിയുടെ വാർഡിലെത്തി നേരിൽ കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത്. അനിൽ, എങ്ങനെയുണ്ട് ഇപ്പോൾ ആരോഗ്യസ്ഥിതി? എനിക്ക് ബാക്കിൽ നല്ല പെയിൻ ഉണ്ട്. ഇപ്പോൾ എല്ലാ മുറികളും കാര്യങ്ങളും മാറി വരുന്നുണ്ട്. പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത്? അവർ പറഞ്ഞ എല്ലാത്തിനും നമ്മൾ കൂടെ ഉണ്ടാവും. ആദ്യം ഒന്ന് ക്ലിയർ ആയിട്ട് ചെയ്യുന്നതാണ്, എല്ലാം ക്ലിയർ ആയിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. ഞാൻ അവരുടെ അടുത്ത് എന്തെങ്കിലും തന്നെ സംസാരിച്ച് അവർ ചോദിച്ച് ആരൊക്കെയാണ് വീട്ടിലുണ്ടായതെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ് എൻ്റെ അമ്മയും ഞാനും വൈഫും എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ കൊച്ചും അമ്മയും നഷ്ടപ്പെട്ട്. കൊച്ചിൻ്റെ വയസ്സ് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു 2.5 വയസ്സാണ്. ഞാൻ ഇപ്പോൾ ഒരു മാസം ലീവിന് വന്നായിരുന്നു. ഇന്ന് പോകേണ്ടായിരുന്നു, എനിക്ക് റിട്ടേൺ ടിക്കറ്റ് ആയിരുന്നു, ഇന്നായിരുന്നു എനിക്ക് പോകേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തലവേഗ തടവി കൈയൊക്കെ പിടിച്ചിട്ട് ഞാൻ കൂടെ ഉണ്ടാവും, നമ്മളുണ്ടാവും, എന്താ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിസ്ചാർജ് ആക്കി കഴിഞ്ഞിട്ട് നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത് നമുക്കറിയില്ല, ഫ്യൂച്ചറിനെ കുറിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല പറഞ്ഞു. ആദ്യം നമ്മൾ ക്യൂറായിട്ട് റെഡി ആയിട്ട് പോവാം. എന്തായാലും അനിൽ വ്യക്തമാക്കുന്നത് ആ വാക്കുകളാണ്. അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്ന മറ്റ് ചിലരുമായും അദ്ദേഹം നേരിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അവരെ അദ്ദേഹം ആശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹവുമായും പ്രധാനമന്ത്രി നേരിൽ കണ്ടതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് പേര്? അരുൺ. എവിടെയാണ് വീട്? മുണ്ടക്കയിലാണ്. എന്താണ് അദ്ദേഹം സംസാരിച്ചത്? പ്രധാനമന്ത്രി വന്നു, ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചു, അന്നെ ഇൻസിഡന്റിനെ കുറിച്ച് ചോദിച്ചു, അത് വിവരിച്ചു. ബാക്കിയെല്ലാം കൂടെ ഉണ്ടാവുന്ന ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്, പ്രതീക്ഷിക്കുന്നു. ഒരു ഉറപ്പുണ്ടോ? അദ്ദേഹം ഉണ്ട്, പറഞ്ഞ പ്രധാനമന്ത്രിയല്ലേ, എന്തായാലും ഉറപ്പുണ്ടാവുമല്ലോ. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഈ ദുരിതത്തിൽപ്പെട്ടത്? വീട് ഞാൻ മാത്രം ആണ്. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ നേരത്തെ അവർ രക്ഷപ്പെട്ടു. ഇപ്പോൾ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ബെറ്ററാ, ഇവിടെ വന്നതിനെ കണ്ടെത്ര ബെറ്ററാ. അപ്പോൾ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചു വരട്ടെ. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുമ്പാണ് മുപ്പൻസ് ആശുപത്രിയിലെ ചികിത്സയിൽ തുടരുന്ന 49 പേരെ നേരിൽ കണ്ട് അവരുടെ ആരോഗ്യ വിവരങ്ങൾ, സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രത്യേകിച്ച് ഈ ചികിത്സയിൽ വലിയ ആശങ്കയ്ക്ക് നടുവിൽ കഴിഞ്ഞിരുന്ന, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട രോഗികൾക്ക്, ചികിത്സയിൽ തുടരുന്ന ആളുകൾക്ക് പുതിയൊരു പ്രതീക്ഷയായിരിക്കുകയാണ്. അദ്ദേഹം അവർക്ക് നൽകിയ വാഗ്ദാനം അത് വലിയ ആത്മവിശ്വാസം നൽകിയിരിക്കുന്നതെന്ന് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം അവരെല്ലാവരും വ്യക്തമാക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സ്വാഭാവികമായി ഇത്തരത്തിൽ ഒരു മഹാദുരന്തത്തെ അതിജീവിക്കുന്ന ഒരു ഘട്ടം, ആ അതിജീവന ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിനൊപ്പം കേന്ദ്ര സർക്കാർ കൂടി പൂർണ്ണ പിന്തുണയുമായി എത്തുന്നത് ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നശിച്ച ഒരുപാട് ആളുകൾക്ക് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള വലിയൊരു പ്രതീക്ഷയായി തന്നെ മാറുകയുമാണ്. ക്യാമറമാൻ പ്രജിത് കാങ്ങൂടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകളിലേക്ക്. മഹാദുരന്തത്തിന്റെ ദുരനുഭവങ്ങൾ പ്രധാനമന്ത്രിയോട് തുറന്നു പറഞ്ഞതായി മുണ്ടക്കയിൽ ഉരുളെടുത്ത വീടുകളിലെ അയ്യപ്പനും അയൽവാസികളും പറഞ്ഞു. നരേന്ദ്രമോദി തങ്ങളുടെ ദുഃഖത്തിന് പരിഹാരം കാണുമെന്ന പ്രതീക്ഷയുള്ളതായും അവർ ന്യൂസ് 18നോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും സംഘവും സന്ദർശിച്ച മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരുടേതാണ് പ്രതികരണം. കാണാം. മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടുത്തെ ആളുകളുടെ ദുഃഖം കേട്ടു, അവരുടെ സങ്കടം തിരിച്ചറിഞ്ഞു. ഇനി എന്താണ് ഇവർക്കൊരു
വഴി പറഞ്ഞു കൊടുക്കേണ്ടത്? എന്താണ് ഇവർക്ക് ചെയ്തു നൽകേണ്ടത്? ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം പ്രധാനമായും ആലോചിച്ചത്. എന്തായാലും അദ്ദേഹം സംസാരിച്ച ക്യാമ്പിലെ മേപ്പാടി സെന്റ് ജോസഫ് ക്യാമ്പിലെ അംഗങ്ങളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. എന്തൊക്കെയാണ് പ്രധാനമന്ത്രി ചോദിച്ചത്? പ്രധാനമന്ത്രി ചോദിച്ചു നിങ്ങളെ സമയത്ത് അവിടെ ഉണ്ടായോ ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു അവിടെ ഉണ്ടായി. 1 മണിയായപ്പോൾ ഒരൊച്ച കേട്ട്. അപ്പോൾ മക്കളെ ഉണ്ടായിട്ട് മക്കൾ ഉറങ്ങുമായിരുന്നു പറഞ്ഞു. മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി ഓടി മുറ്റത്ത് പോയി കാട്ടിൽ പോയി കുറച്ച് നേരം നിന്ന്. അത്രയും മന്ത്രി ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. മന്ത്രി എല്ലാവരോടും കൈകൂപ്പിയിട്ട് എല്ലാവരും തട്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ അതൊന്നും പറഞ്ഞില്ല. എല്ലാവരും ഇങ്ങനെ കൈകൂപ്പി അങ്ങനെ ആക്കി. എല്ലാവരോടും ഭാഷ നമുക്ക് മനസ്സിലാണില്ലല്ലോ എന്താ പറയുന്നത്. തർജ്ജമ ചെയ്ത് കൊടുത്തിരുന്നു. വേറൊരാൾ ചെയ്ത് കൊടുത്തു. ഞാൻ പറഞ്ഞു എല്ലാം പോയി, ഇനി ഞങ്ങൾക്ക് ഒന്നും ബാക്കിയില്ല, വീടെല്ലാം പോയി, അതുകൊണ്ട് ഞങ്ങൾക്ക് വീട് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരാൾ തർജ്ജമ ചെയ്ത് കൊടുത്ത്. അപ്പോൾ പറഞ്ഞു എല്ലാം സജീവരാണ്ട് തലയിൽ കൈ വെച്ച് ഞങ്ങൾക്കെല്ലാം പോയി, ഇനി ഞങ്ങൾക്ക് നിങ്ങളെല്ലാം വേറെ ഒരു നിങ്ങളെപ്പോലുള്ളവരൊന്നും സഹായിക്കാൻ ഞങ്ങൾക്കുള്ളൂ, വേറെ ആരും ഒന്നും ഞങ്ങൾക്കില്ല. കയറി കിടക്കാൻ ഒരിടം ഞങ്ങൾക്ക് എന്തായാലും വേണം. ഇവിടുന്ന് പോകാൻ പറഞ്ഞ് ഞങ്ങൾ എവിടെ പോകും? അതാണ് ഞങ്ങൾ കാണാന്ന് മോൾ സാറ് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞ തലയിൽ കൈ വെച്ചല്ല ഇങ്ങനെ തലയാട്ടി പോയി. നമുക്ക് അവർ സംസാരിക്കുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് ഒന്നുമില്ല, ഒരു ഉടുത്ത ഡ്രസ്സായിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് തലചായ്ക്കണമെങ്കിൽ ഒരു ഇടം വേണമല്ലോ. അത് എല്ലാവരും കൂടി സഹകരിച്ച് ഞങ്ങൾക്ക് ചെയ്തു തരാം. അത്രയേ ഉള്ളൂ പറയാനുള്ളത്. ഇവിടെ എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷ ഉണ്ടോ? പിന്നെ പ്രധാനമന്ത്രിയുടെ വാക്ക് അല്ലെങ്കിൽ ആ ഒരു ഇടപെടൽ ഉറപ്പായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുവരെ ആരും സഹായിച്ചത് ഞങ്ങൾ കേട്ടില്ല. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. അയാൾ പറഞ്ഞ വാക്ക് നമ്മളെ മനസ്സിലുണ്ട്. മൂപ്പര് പറഞ്ഞത് ഉറപ്പായിട്ട് ഞങ്ങൾ ചെയ്തു തരുന്നു. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇത് ഗോപിയേട്ടൻ കാട്ടിയതും നമുക്ക് മനസ്സിലായി. പറഞ്ഞ് എന്താണ് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽ 9 ആൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരെ മക്കൾ 2 പേര് മുണ്ടക്കൈക്കാർ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീട് തരുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കുട്ടികളില്ല, 2 കുട്ടികളും ജ്യേഷ്ഠൻ്റെയും അനിയൻ്റെയും കുട്ടികൾ ബാക്കിയായി. അവർ ദൂര സ്ഥലത്തായതുകൊണ്ട്. പ്രധാനമന്ത്രി എന്താ പറഞ്ഞ് ചോദിച്ചോ? മോനോട് സംസാരിച്ചോ? എന്താ പറഞ്ഞ? മോൻ എന്താ പറഞ്ഞേ? എന്തായാലും മുണ്ടക്കയിലുള്ള ആളുകളാണിത്. മുണ്ടക്കയിൽ വീട് നഷ്ടപ്പെട്ടവരാണ്. ആ വലിയ മഹാദുരന്തത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട മനുഷ്യരാണ്. അവർക്ക് വലിയ പ്രതീക്ഷ പ്രധാനമന്ത്രിയിലുണ്ട്. എന്തായാലും ഇവരുടെ എല്ലാം തന്നെ സർവ്വതും നഷ്ടപ്പെട്ടവരാണ്. ഇവർക്കിനിയും തിരിച്ച് ജീവിതത്തിലേക്ക് കയറേണ്ടതുണ്ട്. അത്തരത്തിലൊരു വഴിയൊരുക്കാൻ ഭരണകൂടം തയ്യാറാവുക തന്നെ വേണം. മേപ്പാടിയിൽ നിന്ന് ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. ക്യാമ്പിൽ താമസിക്കുന്നവരുടെ പുനരധിവാസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയെന്ന് മന്ത്രി കെ രാജൻ. 65 കെട്ടിടങ്ങൾ ഏത് നിമിഷവും താമസിക്കാനാകും വിധം തയ്യാറാണ്. 286 വാടക വീടുകളും തയ്യാറാണ്. 102 കുടുംബങ്ങളെ ഹാരിസൺ താമസിപ്പിക്കാൻ തയ്യാറാണ്. താമസ സൗകര്യങ്ങൾ പരിശോധിക്കാൻ 5 അംഗ കമ്മിറ്റിയെന്നും മന്ത്രി. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ 19-ന് സന്ദർശനം നടത്തും. ഉരുൾപൊട്ടൽ മേഖലയിലെ ദുരന്ത സാധ്യതകൾ അവലോകനം ചെയ്യുമെന്നും കെ രാജൻ പറഞ്ഞു. ഇന്നത്തെ സാധാരണത്തേതുപോലെ മന്ത്രിതല ഉപസമിതിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും ബന്ധപ്പെട്ട ആളുകളുടെയുമുള്ള യോഗം ചേർന്നു. സാധാരണ നമ്മളെ പറയുന്ന കണക്ക് പോലെ ഇന്ന് അവസാനത്തെ 6 മണി സമയത്തെ കണക്കനുസരിച്ച് 229 പൂർണ്ണ മൃതശരീരങ്ങളും 198 ബോഡി പാർട്ടുകളുമാണ് ഇതുവരെ നമുക്ക് കണ്ടെത്താനായിരുന്നു. 229 ബോഡി പാർട്ടും 229 പൂർണ്ണമായ മൃതശരീരങ്ങളും 198 ബോഡി പാർട്ടും ഉൾപ്പെടെ 427. ഇന്ന് പറയുകയുണ്ടായിരുന്നു 3 പൂർണ്ണമായിട്ടുള്ള മൃതശരീരങ്ങളും 1 ബോഡി പാർട്ടും അടക്കം 4 അൺക്ലെയിംഡ് ബോഡിയാണ് ഇന്ന് ബറയിലും വിധേയമായിട്ടുള്ളത്. നമുക്ക് ഇന്ന് ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ ക്യാമ്പുകളുടെ ആകെ എണ്ണം 14 എണ്ണമാണ്.
മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവർക്കായി സൂചിപ്പാറയിൽ ഇന്നലെ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയ 4 മൃതദേഹം എയർലിഫ്റ്റ് ചെയ്തു. ഹെലികോപ്റ്റർ മാർഗമാണ് മൃതദേഹം സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചത്. ഇന്നലെ രാവിലെ സന്നദ്ധ പ്രവർത്തകർ നടത്തിയ തെരച്ചിലിലാണ് കാന്തൻപാറയ്ക്കും സൂചിപ്പാറയ്ക്കും ഇടയിലെ വെള്ളച്ചാട്ടത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. വയനാട് ദുരന്ത ബാധിതർക്കുള്ള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മന്ത്രി സജി ചെറിയാൻ 1 ലക്ഷം രൂപ നൽകി. മുഖ്യമന്ത്രിക്ക് മന്ത്രി ചെക്ക് കൈമാറി. വയനാടിന്റെ വേദനയിൽ പങ്കുചേർന്ന് ചെന്നൈയിലെ ചലച്ചിത്ര കൂട്ടായ്മയും ദുരന്തബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനായി ചെന്നൈയിലെ ചലച്ചിത്ര പ്രവർത്തകർ സ്വരൂപിച്ച 1 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. രാജ്കുമാർ സേതുപതി, സുഹാസിനി മണിരത്നം, ഖുഷ്ബു സുന്ദർ, മീന സാഗർ, ലിസി തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ തിരുവനന്തപുരത്തെ ഓഫീസിലെത്തി സന്ദർശിച്ചാണ് തുക കൈമാറിയത്. കർണാടകയിലെ ഷിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചേക്കും. 2 ദിവസത്തിനകം തീരുമാനമെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ ജേതാക്കളായവരെ റിലയൻസ് ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ നിത അംബാനി അനുമോദിച്ചു. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷയും അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. പാരീസിലെ ഇന്ത്യൻ ഹൌസിലായിരുന്നു അനുമോദന ചടങ്ങ്.